അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗം, ദിശാബോധം എന്ന ശീർഷകത്തിൽ വിശുദ്ധമായ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെന്ന് വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാഹ്, ഖുർആനിലെ പള്ളികളെ സംബന്ധിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഖുർആനിലെ മൃഗങ്ങളെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ മൃഗങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഒരുപാട് അധ്യായങ്ങൾ, ഒരുപാട് സൂക്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പല പേരിലാണ് മൃഗങ്ങളെ സംബന്ധിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. ദാബത്ത് എന്നാണ് ഒന്നാമതായി ഖുർആൻ മൃഗങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, ദാബത്ത് എന്ന് പറഞ്ഞാൽ കുല്ലുമാ ദബ്ബ അലൽ അർളി ഫഹുവ ദാബ എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ കൈകാലുകൾ ഭൂമിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇതാണ് ദാബത്ത് എന്ന അറബി പദത്തിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ 14 സൂറത്തുകളിലായി 18 പ്രാവശ്യം അല്ലാഹു തആല ദാബത്ത് എന്ന് പറയുന്ന ആ പദം, കെലിമത്ത്, ആ വേർഡ് ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഖുർആനിലെ മൃഗങ്ങളെ സംബന്ധിച്ച് നാം പരാമർശിക്കുമ്പോൾ, പരിചയപ്പെടുമ്പോൾ അല്ലാഹു തആല പറഞ്ഞത് ദാബത്ത് എന്ന് മൃഗങ്ങളെ പരിചയപ്പെടുത്തി. അത് 14 സൂറത്തുകളിൽ 18 പ്രാവശ്യമാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് മൃഗങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് അൻആം എന്നാണ്. ഈ അൻആം എന്ന് പറയുന്ന ആ ഒരു പദം അല്ലാഹു തആല 19 അധ്യായങ്ങളിലായി 29 സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുകയുണ്ടായി. അതുപോലെ ഈ ദാബത്ത്, അതുപോലെ അൻആം എന്നതിനപ്പുറം സബ്അ് എന്ന് അല്ലാഹു തആല മൃഗങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി. അത് സൂറത്തുൽ മാഇദയിൽ 1 പ്രാവശ്യം മാത്രമാണ്. പിന്നീട് അല്ലാഹു തആല ബഹീമത്ത് എന്ന് പറഞ്ഞു. അത് 3 പ്രാവശ്യമാണ്. 3 സൂറകളിലായി, 2 സൂറകളിലായി, 2 അധ്യായങ്ങളിലായി 3 പ്രാവശ്യം അല്ലാഹു പരിചയപ്പെടുത്തി. പിന്നീട് വീണ്ടും ഖുർആൻ പറഞ്ഞത് വുഹൂഷ് എന്നാണ്. അത് ഒരു അധ്യായത്തിൽ മാത്രം അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. ആറാമതായി സായിബത്ത് എന്ന് പറഞ്ഞ് അന്ധവിശ്വാസത്തിന്റെ, കാട്ടറബികളുടെ ഒരു അനാചാരത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്താൻ ആ സായിബത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ മാഇദയിൽ 103-ാമത്തെ ആയത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തിയതാണ്. ഇങ്ങനെ 6 സ്ഥലങ്ങളിലായി സായിബത്ത് എന്നും വുഹൂഷ് എന്നും ബഹീമത്ത് എന്നും സബ് എന്നും അൻആം എന്നും ദാബത്ത് എന്നും അല്ലാഹു തആല മൃഗങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശം നടത്തിയിരിക്കുന്നു. ഈ മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ മൃഗങ്ങളെ സംബന്ധിച്ചാണ് ഖുർആൻ സംസാരിച്ചിട്ടുള്ളത്? അതെന്തിനു വേണ്ടിയാണ്? ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ നമുക്കത് പഠിക്കണം. വിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.